ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ഇൻകം കിട്ടത്തില്ലേ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് ഇങ്ങനെ പറയാൻ വലിയ താല്പര്യമില്ല. ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നതും ഉപയോഗിച്ച് മറ്റേ റീൽസ് ഒക്കെ ഇട്ട് തുടങ്ങി തന്നെ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് മാത്രമാണ്. കാരണം വേറെ കുറെ രീതിയിൽ നോക്കിയിട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. ഈവൻ സിനിമയിലേക്ക് വന്നതും ഇൻസ്റ്റാഗ്രാം വഴിയല്ല, ഓഡിഷൻ കൊടുത്ത് തന്നെയാണ് കയറിയത്. വളയിലാണെങ്കിലും ഓഡിഷൻ കൊടുത്തിട്ടാണ് ഞാൻ കയറുന്നത്. ഇപ്പം ടെക്കുകൾക്കും ഗോളും ചെയ്യുന്ന സമയത്ത് അതിന് മാത്രം ആൾക്കാർ അറിഞ്ഞു വരുന്ന ഒരു ക്യാരക്ടർ അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പടങ്ങൾ വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് സിനിമയിൽ കയറി ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ വളയും എനിക്ക് അങ്ങനെ ഓഡിഷൻ വഴി മാത്രം കിട്ടിയൊരു സിനിമയാണ്. ഞാൻ അതാ ചോദിക്കുന്നത്, വളയിലേക്ക് എങ്ങനെയാ ശീതള് ഓഡിഷൻ തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത്. ഇവര് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കോഴിക്കോട് പോയി ഓഡിഷൻ ചെയ്തിട്ട് കിട്ടിയൊരു പടമാണ് വള. ഇപ്പൊ അതിനുശേഷം ഇപ്പൊ ഞാൻ പ്രകമ്പനം ചെയ്തു. പ്രകമ്പനവും ഈ പറഞ്ഞ മാതിരി ഓഡിഷൻ തന്നെയാണ്, എല്ലാം ഓഡിഷൻ തന്നെയാണ്. ഇപ്പൊ ഈ സിനിമ ഇറങ്ങിയിട്ട് വേണം ഓഡിഷൻ കൊടുക്കുന്ന സിറ്റുവേഷൻ വന്നാൽ ഒബ്വിയസ്ലി ഞാൻ കൊടുക്കും. ബട്ട് ഇത് കണ്ട് ഇനിയും കോള് വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ സിനിമ ഇപ്പം ഇത് ഇപ്പൊ വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പടമൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഐ നീഡ് ആൻ ഇൻകം. ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തത് തന്നെ സിനിമയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഇപ്പൊ പ്രോപ്പർ ഇൻകം ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് എന്തെങ്കിലും പൈസ മാമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. അതല്ലാണ്ട് ഞാൻ സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു ആളല്ല. ഭയങ്കര മടിയാണ് റീൽസ് ഉണ്ടാക്കിയിടാം. റീൽസ് ഇപ്പൊ ഇടല് ഭയങ്കര കുറവാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇടുന്നുണ്ടെങ്കിൽ ഡാൻസിന്റെ കണ്ടന്റ് വലുത് വരുമ്പോൾ നമ്മൾ ഇടുന്നു എന്നല്ലാണ്ട് അത് ഇട്ടിട്ട് കുറെ ഒരു വർഷം എന്തോ ആവാറായി ഡാൻസിന്റെ ഒരു വീഡിയോ എന്തോ ഇട്ടിട്ട്. ഫുൾ സിനിമ അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ വളയുടെ ആ ഒരു കഥ പോകുന്നത് ഒരു വള അത് വെച്ചിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണല്ലോ സിനിമ. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടോ അവസാനം അതും കൊണ്ടൊരു വലിയ പണി കിട്ടിയ എന്തെങ്കിലും ഒരു കഥയുണ്ടോ? കഥയില്ലെന്ന് പറയല്ലേ പ്ലീസ്. എന്നാലും വേണ്ടിട്ട് പറഞ്ഞു കേക്കട്ടെ, പറയടാ. അല്ല, ഇപ്പൊ നമ്മൾ ചിലപ്പോ ചില സമയത്ത് കാറൊക്കെ മേടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടത്തില്ലേ? അല്ലെങ്കിൽ നമ്മൾ ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്താലൊക്കെ ചില ഓൺലൈൻ സാധനങ്ങളൊക്കെ വന്ന ചില എന്നിട്ട് എന്താ പണി കിട്ടിയെന്ന് എന്തായിരുന്നു ചേട്ടാ? എന്തോ കുറച്ച് മുന്നേ ഒരു പണി കിട്ടി, പക്ഷെ എന്താ സാധനം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ കണ്ടിട്ട് ഓർഡർ ചെയ്തിട്ട് മറ്റേ എന്തോ ലേസർ പരിപാടി. ഇപ്പൊ നമ്മളിങ്ങനെ വോളിലോട്ട് അടിക്കുന്ന എന്തോ ലേസർ ഗാലക്സി ഒക്കെ വരുന്നേ. ആദ്യം ഒരു സാധനം ഓർഡർ ചെയ്തായിരുന്നു. എന്തോ ഒരു ശരിക്കും ബൊമ്മ ഉണ്ടായിരുന്നൊരു അതിന്റെ മേലിന് ലൈറ്റ് പോലായിരുന്നു. ഇത് ലൈറ്റ് ഒന്നും വരുന്നുണ്ടായില്ല. ഇത് ബൊമ്മ ഒന്നല്ല, വേറെ എന്തോ ഒരു ചെറിയ കീ ചെയിൻ പോലത്തെ ഒരു വേറെ എന്തോ സാധനമൊക്കെ ഒന്ന് പെട്ടി ബോക്സ് ഒക്കെ ആക്കിയിട്ട് അങ്ങനെ എന്തോ ഒരു പ്രാവശ്യം ഉണ്ടായില്ല. അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മയില്ല. ശീതളിനോ? അങ്ങനെ അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. ഓൺലൈന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല, അല്ല അല്ലാണ്ട് അങ്ങനെ പറ്റിയിട്ടില്ല ഇതുവരെ. ചേട്ടൻ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ KL 10 സിനിമ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ചെറിയ ക്യാരക്ടേഴ്സ്, കലിക്കകത്ത ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കലിയില്. പിന്നെ ക്യാരക്ടർ റോൾസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ട് പ്ലേസ് ചെയ്യുന്ന സിനിമകൾ വരുന്നു. ഇപ്പൊ പെരുമാണി, സുലേഖ മൻസിൽ, അങ്ങനത്തെ സിനിമകൾ വരുന്നു. പിന്നെ ചേട്ടൻ ചെയ്യുന്ന ഇപ്പം ക്യാരക്ടർ റോൾസ് ആണെങ്കിലും അത് ഹൈപ്പ് ചെയ്യുന്ന റോളുകളാണ്. തല്ലിമാല ആണെങ്കിലും ജിംഖാനക്കകത്തെ ജോഷു ആണെങ്കിലും ഒക്കെ ഭയങ്കര ഹൈപ്പ് ക്യാരക്ടറാണ് വരുന്നത്. അപ്പം നമ്മളിപ്പോ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊരു കരിയർ പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു ഫിലിമോഗ്രഫി പ്രോഗ്രസ് ആയിരിക്കും നോക്കുക. അപ്പൊ ചേട്ടൻ ഈ ഒരു സിസ്റ്റം സംഭവം എങ്ങനെയാ ചേട്ടൻ അത് പ്രോസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പൊ ഒരു മൂവി കഴിഞ്ഞ് നമ്മൾ അടുത്ത സിനിമയിലേക്കുള്ള സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഒരു സിനിമ നമ്മൾ ചെയ്തു വെച്ച് അത് അത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും ഒരു ക്യാരക്ടേഴ്സ്. അപ്പൊ എങ്ങനെയാ അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് എങ്ങനെയാ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അത് വളരെ സിമ്പിളാണ്. നമുക്ക് ഇഷ്ടമായ, നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച, അല്ലെങ്കിൽ നമുക്ക് ചെയ്യണമെന്ന് മനസ്സിൽ നിന്ന് വളരെ ജെന്യൂൻ ആയിട്ട് തോന്നിയാൽ അത് ചെയ്യാന്നുള്ളതാണ്. ഈ പറഞ്ഞ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾ ഉണ്ടാവുന്നു എന്നുള്ളത് അത് നമ്മൾ നേരത്തെ നമുക്ക് മുൻകൂട്ടി ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമ ഒരാൾക്കും സിനിമ അത്ര ഒരു ടീം വർക്കാണ്. അത്രയും ആളുകൾ, അത്രയും ഫാക്ടേഴ്സൊക്കെ ഒരുമിച്ച് വന്ന് നല്ല രീതിയിൽ റിലീസ് ചെയ്ത്, നല്ല സമയത്ത് റിലീസ് ചെയ്ത്, ആളുകൾ നല്ല രീതിയിൽ ഏറ്റെടുത്ത് അത് ഹിറ്റായി, അത് നമുക്ക് ഒരിക്കലും നേരത്തെ പറയാൻ പറ്റില്ല. അവിടെ നമുക്കൊരു ലെഗ് ഫാക്ടർ ഉണ്ട്. നമുക്ക് എന്തോ ഒരു ഭാഗ്യം തന്നെയാണ് അതിൻ്റെ ഒരു ഇതുള്ളത്. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ടെക്നീഷ്യൻസ് ഒക്കെയാണ് അതിൻ്റെ ഡയറക്ടർ, റൈറ്റർ. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഭാഗ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെഗ് ഫാക്ടർ അപ്പുറത്ത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളിൽ നോക്കി തിരഞ്ഞെടുത്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ സ്ക്രിപ്റ്റ്. അല്ലാതെ ഭയങ്കര ഇത് ഹിറ്റടിക്കും, ഓക്കെ ഇത് തിയേറ്ററിൽ വർക്കാവും, അങ്ങനെ ഭയങ്കര കീറി മുറിച്ച് നോക്കാൻ എനിക്കറിയില്ല. അങ്ങനെ നോക്കിയിട്ട് എനിക്കറിയില്ല നേരത്തെ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളെന്താണോ എക്സൈറ്റ് ചെയ്യിക്കുന്നത്
വന്ന് കഥ പറയുന്നു, ഇരിക്കുന്നു, കേൾക്കുന്നു. ചിലപ്പോൾ ആ ടീമായിരിക്കും നമുക്ക് എക്സൈറ്റ് ആവും. ആ കഥ വന്ന് പറഞ്ഞ ആളായിരിക്കും. ചിലപ്പോൾ കഥ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് കണക്ട് ആയിട്ടുണ്ടാവില്ല. പക്ഷെ അയാൾ സംസാരിച്ചപ്പോൾ അയാളായിട്ട് നമുക്ക് കുറച്ച് നേരം കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് തോന്നിയിട്ട് ഓക്കെ ഇയാളെ നമുക്കൊന്ന് കൊളാബ് ചെയ്യാം, നന്നായിരിക്കും എന്നുള്ളൊരു സാധനം തോന്നും. അങ്ങനെയും സംഭവിക്കാം. ശീതൽ ഇപ്പം ഓഡിഷൻസ് കൊടുക്കുന്ന സമയത്ത് ശീതൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ആ ടീം ഏതാ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. ഓഡിഷൻ നമുക്ക് ആകെ ഇപ്പൊ നേരത്തെ ലുക്ക് പറഞ്ഞ മാതിരി നമ്മൾ വലിയ ബിഗ് സ്ക്രീനിൽ തല കാണിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കോൾ വന്നാലും ഇപ്പൊ ആരാണ് നടൻ, ആരാണ് ലീഡ് ചെയ്യുന്നത്, ആരാണ് ഡയറക്ടർ, ആരാണ് സ്ക്രിപ്റ്റ്, അതൊന്നും നമ്മൾ നോക്കില്ല. നമ്മൾ എന്തായാലും ഓഡിഷൻ കൊടുക്കും. അപ്പൊ ഏത് ലാംഗ്വേജ് ആണെന്ന് പോലും നോക്കൂല. നമ്മൾ ചിലപ്പോൾ തമിഴൊന്നും അറിയണ്ടാവില്ല. അപ്പൊ ലാംഗ്വേജ് തമിഴ് അറിയാം, ഹിന്ദി അറിയാം. ഹിന്ദി എവിടെ വരെ കാണാൻ അറിയില്ല, എന്നാലും ഹിന്ദി അറിയാന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഓഡിഷന് കൊടുക്കും. പിന്നെ അപ്പൊ നോക്കാം. ഇതൊക്കെ സൈഡിൽ കൂടെ ചെറിയ ഉടായ്പൊക്കെ കാണിച്ചിട്ടാണ് ഓഡിഷൻസിന് പോവാ. അവരെങ്ങാനും ചോദ്യം ഹിന്ദിയിൽ ഒരു 4 അക്ഷരം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ശരി, ഞാനും പോയിട്ട് ഹിന്ദി അക്ഷരം അറിയില്ല. സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ ഡയലോഗ് എന്നിട്ട് എന്താണ്ടായെന്ന് വെച്ചാ എന്നോട് വലിയതോ പരിപാടിയാ. ഞാൻ സ്പാനിഷ് എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ബോളിവുഡ് അപ്പൊ എന്നോട് വിളിച്ചാ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, ബോളിവുഡാണ്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ഓഡിഷന് പോയോണ്ടിരിക്കുക. അപ്പൊ ഏതാ പടം എന്നൊന്നും അറിയില്ല. ചിലപ്പോ ഒരു ദിവസം 3 ഓഡിഷനൊക്കെ പോകും. അങ്ങനത്തെ സമയം. അപ്പൊ ഒരുത്തോളം ചെന്നോട് ബോളിവുഡാണ്, നമുക്ക് ഇനി ഇവിടെ ഏതായാലും നടക്കണില്ല, ബോളിവുഡ് നോക്കിയാലും. അപ്പൊ ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അല്ലേ? ഹിന്ദി എനിക്കറിയില്ല, എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. അപ്പൊ ഈ വായോ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. പറയാൻ പറ്റില്ല ഇവിടെ ലൈഫ് ഓക്കെ. ഇനിയിപ്പൊ നാറാനൊന്നും ഇല്ല, നാറത്തെ എന്തിനും റെഡി ആയിട്ടാ പോണേ. നേരെ ചെന്നൈക്ക് ആകെ ഹിന്ദിക്കാര് വിളിച്ചിനോട് ആദ്യം സംസാരിച്ച് കുറച്ച്. അപ്പൊ ഞാൻ മുറിയൻ ഹിന്ദിയില്ല. അപ്പൊ പറയാ മേ ഹിന്ദി നഹി മാലു. അപ്പൊ പുള്ളി ബട്ട് ഐ എം ആൻ ആക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞു. ഒക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി ഓക്കെ നോ പ്രോബ്ലം പറഞ്ഞു. പുള്ളി ഡയലോഗ് പേപ്പറിൽ എഴുതിരാന്ന് പറഞ്ഞു. പുള്ളി ഡയലോഗ് പേപ്പറിൽ എഴുതി. പക്ഷെ എനിക്ക് ഹിന്ദി വായിക്കാൻ പറ്റും. ഹിന്ദി നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടല്ലോ ഇപ്പൊ അർത്ഥമൊന്നും അറിയില്ലെങ്കിലും വായിക്കാൻ പറ്റും. ഹിന്ദി അക്ഷരങ്ങൾ ഇപ്പൊ അറബിക്കും ഞാൻ വായിക്കും, പക്ഷെ എനിക്ക് അർത്ഥം അറിയില്ല. സ്കൂളിലൊക്കെ പഠിച്ചുള്ള പക്ഷെ എന്താ അക്ഷരങ്ങൾ കൂട്ടി. ഇപ്പൊ ഇംഗ്ലീഷ് നമ്മൾ വായിക്കും, എല്ലാം ഇംഗ്ലീഷ് ഇപ്പൊ അർത്ഥം അറിഞ്ഞിട്ടാണ് വായിക്കുന്നത്, അല്ലല്ലോ. എനിക്ക് എല്ലാം ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് വായിക്കണം. ശീതൽ മറ്റേ വലിയ വാക്കൊക്കെ ഇംഗ്ലീഷിൽ വന്നു അറബി എനിക്ക് വായിക്കാൻ പറ്റും. അറബി ഇപ്പൊ ഞാൻ വായിക്കും. ശീതൽ 2 പേര് അറബി